Welcome to I Plus Training Solutions. I Plus Training Solutionന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് UGC NET Education ഡിസംബർ 2024 എക്സാംസിന്റെ ആൻസർ കീ ആണ്. അതിന്റെ ആദ്യത്തെ 20 ചോദ്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നു. തുടർന്നുള്ള ചോദ്യങ്ങൾ വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ക്വസ്റ്റ്യൻ നമ്പർ 51. കാരണം നമുക്കറിയാലോ പേപ്പർ 1 പേപ്പർ 2 ആയിട്ടാണ്. അപ്പോൾ പേപ്പർ 2-ലെ എഡ്യൂക്കേഷൻ പേപ്പറിലെ ചോദ്യങ്ങളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ 51ാമത്തെ ചോദ്യം, 50 വരെയുള്ള ചോദ്യങ്ങൾ പേപ്പർ 1 ആണ്. സോ മാച്ച് ദ ഫോളോയിങ് ആണ് വന്നിരിക്കുന്നത്. മാർക്കറ്റ് എക്കോണമി, സർവീസ് ഓഫ് എ ടീച്ചർ, സെൻട്രലി പ്ലാൻഡ് എക്കോണമി, പോസിറ്റീവ് എക്കോണമി. ലിസ്റ്റ് 2-ൽ വന്നിരിക്കുന്നത് ഗവൺമെന്റ് കൺട്രോൾഡ്, ഫങ്ഷനിങ് ഓഫ് എ മെക്കാനിസം, സ്കിൽ ആൻഡ് പ്രൈവറ്റ്ലി കൺട്രോൾ അല്ലെങ്കിൽ പ്രൈവറ്റ് കൺട്രോൾ. സോ ഇവിടെ നമുക്കൊരു കാര്യം ശ്രദ്ധിച്ചാൽ അറിയാം, മാർക്കറ്റ് എക്കോണമി എപ്പോഴും ആരായിരിക്കും കൺട്രോൾ ചെയ്യുന്നത്? പ്രൈവറ്റ് ആയിരിക്കും, പ്രൈവറ്റ് കൺട്രോൾ ആയിരിക്കും അല്ലെ. നമ്മളിങ്ങനെ മാച്ച് ഫോളോയിങ് വരുന്ന കേസിൽ നമ്മൾ ഏതെങ്കിലും ഒന്നോ രണ്ടോ എണ്ണം മാച്ച് ചെയ്ത് വെച്ചിട്ട്, കറക്റ്റായിട്ട് വരുന്നത് മാച്ച് ചെയ്ത് വെച്ചിട്ട് നമ്മൾ നേരെ ഓപ്ഷൻസിലേക്ക് നോക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം നമുക്ക് എല്ലാ 4 ചോയ്സസും അല്ലെങ്കിൽ 4 ലിസ്റ്റിൽ വരുന്ന 4ഉം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയെന്ന് വരില്ല. കാരണം അതിനകത്തുള്ളത് എല്ലാം ഒന്നും നമുക്ക് അറിവുള്ളതായിരിക്കില്ല. പക്ഷെ എപ്പോഴും നമ്മൾ നോർമലി മാച്ച് ദ ഫോളോയിങ് മാച്ച് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് ഇങ്ങനെ ആയിരിക്കണം. നമ്മൾ ഒരു സൈഡിൽ ഇതെടുത്ത് അറിയാവുന്ന നല്ല ഷോർട്ടായിട്ടുള്ള 1-2 എണ്ണം മാച്ച് ചെയ്ത് നോക്കിയിട്ട് അതിനെ കമ്പയർ ചെയ്ത് നോക്കുക. നേരെ താഴെ ഓപ്ഷനിൽ പോയി നോക്കുക. അപ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് അതിൻ്റെ ആൻസേഴ്സ് കിട്ടും. അങ്ങനെയാണ് ഇതുവരെയുള്ള ഒരു ട്രെൻഡിൽ കണ്ടിട്ടുള്ളത്. സോ നോക്കൂ, മാർക്കറ്റ് എക്കോണമി അതുപോലെ തന്നെ അത് പ്രൈവറ്റ് ആയിട്ടായിരിക്കും മാർക്കറ്റ് എക്കോണമി എപ്പോഴും കൺട്രോൾ ചെയ്യുന്നത് അല്ലേ. പലതിൻ്റെയും വിലകൾ ഇപ്പം എന്താണ്, പ്രൈവറ്റ് ആയിട്ടാണ് മാനേജ് ചെയ്ത് പോകുന്നത്. പെട്രോളിൻ്റെ വില അങ്ങനെയൊക്കെയുള്ളതൊക്കെ ഒന്ന് ചിന്തിച്ചാൽ മതി. നമ്മുടെ നിത്യജീവിതത്തിൽ ഉണ്ടാകുന്നത് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ സർവീസ് ഓഫ് എ ടീച്ചർ നമുക്ക് പറയാൻ പറ്റില്ല ഇതിൻ്റെ അകത്തുനിന്ന് ഏതാണ്. പക്ഷേ സെൻട്രലി പ്ലാൻഡ് എക്കോണമി, സെൻട്രലി പ്ലാൻഡ് എക്കോണമി എപ്പോഴും എന്തായിരിക്കാം? നമുക്ക് വേണമെങ്കിൽ സെൻട്രലി പ്ലാൻഡ് എക്കോണമി എപ്പോഴും ഗവൺമെന്റ് കൺട്രോൾഡ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ A4-ആയിട്ടും C1-ആയിട്ട് മാച്ച് ചെയ്ത് വരുന്ന ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. സോ ഇവിടെ A4-ഉം C1-ഉം മാച്ച് ചെയ്ത് വരുന്നത് ഓപ്ഷൻ 3 ആണ്. അപ്പോൾ ഓപ്ഷൻ 3 ആയിരിക്കും കറക്റ്റ് ആൻസർ എന്ന് നമുക്ക് അനുമാനിക്കാം. യെസ്, ഓപ്ഷൻ 3 ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇവിടെ മാർക്കറ്റ് എക്കോണമി എന്ന് പറയുന്നത് പ്രൈവറ്റ്ലി കൺട്രോൾഡ്, ദെൻ സർവീസ് ഓഫ് എ ടീച്ചർ അപ്പോൾ എന്താണ്, സ്കിൽ ബേസ്ഡ് ആണല്ലോ ടീച്ചിങ് ഒക്കെ. ദെൻ സെൻട്രലി പ്ലാൻഡ് എക്കോണമി ഗവൺമെന്റ് കൺട്രോൾഡ്, അതുപോലെ തന്നെ പോസിറ്റീവ് എക്കോണമി ഇസ് ഫങ്ഷനിങ് ഓഫ് എ മെക്കാനിസം. ഇങ്ങനെ ആൻസർ പോകും. സോ ഹിയർ ഓപ്ഷൻ 3 ഈസ് ദി കറക്റ്റ് ആൻസർ. A4, B3, C1 and D2. Next question. Question number 52. Arrange the following in reverse chronological order. Normally ഒരു chronological orderൽ അറേഞ്ച് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻ എപ്പോഴും UGC NET എക്സാമിനേഷൻസിൽ കാണും. പക്ഷെ ഇവിടെ തന്നിരിക്കുന്നത് റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ്. അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം, അവസാനം നടന്നതായിരിക്കണം ആദ്യം കൊടുക്കേണ്ടത്. സോ ഇവിടെ നാഷണൽ കമ്മീഷൻ ഓൺ ടീച്ചേഴ്സ്, കോത്താരി കമ്മീഷൻ, ജസ്റ്റിസ് JS വർമ്മ കമ്മിറ്റി, നാഷണൽ നോളജ് കമ്മീഷൻ, ദെൻ രാധാകൃഷ്ണ കമ്മീഷൻ. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇതിൻ്റെ ഓരോന്നിൻ്റെയും എക്സ്പ്ലനേഷൻ വെച്ച് നോക്കാം. ഇവിടെ നാഷണൽ കമ്മീഷൻ ഓൺ ടീച്ചേഴ്സ്, നാഷണൽ കമ്മീഷൻ ഓൺ ടീച്ചേഴ്സ് എന്ന് പറയുന്നതിൻ്റെ ഇയർ വരുന്നത് 1983 1983-85 ആണ്. So then Kothari Commission we all know that 64-66. Then Justice JS Verma Committee it is 2012. Then National Knowledge Commission is coming on 2005. Then Radhakrishnan Commission we all know that it is 1948. So അങ്ങനെ നോക്കുമ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണെന്ന് നമുക്ക് നോക്കാം. ഇനി ഇതിൻ്റെ
ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ നമ്മൾ PYQ സെലക്ടഡ് PYQന്റെ എക്സ്പ്ലനേഷൻസിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ സെലക്ടഡ് PYQ എക്സ്പ്ലനേഷൻ ഒന്ന് നോക്കിയാൽ ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഈ പറഞ്ഞ ഡോക്ടർ ജസ്റ്റിസ് JS വർമ്മ കമ്മിറ്റി ഒക്കെ എന്താണെന്നൊക്കെ ഉള്ളതൊക്കെ ആ ഒരു ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതാണ് 2012 JS വർമ്മ കമ്മിറ്റി വന്നത്. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഓപ്ഷൻ ഏതാണ് കറക്റ്റ് എന്ന് നോക്കാം. സോ ഹിയർ ഓപ്ഷൻ 4 is correct answer. That means C ആണ് അവസാനം സംഭവിച്ചത്. കാരണം റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡറിലാണ് ജസ്റ്റിസ് JS വർമ്മ കമ്മിറ്റി 2012. ദെൻ തൊട്ടു മുകളിൽ വരുന്നത് D ആണ്, ദാറ്റ് ഇസ് നാഷണൽ നോളജ് കമ്മീഷൻ, ദാറ്റ് ഇസ് 2005. പിന്നെ നാഷണൽ നോളജ് കമ്മീഷൻ D 2005. പിന്നെ A വരുന്ന നാഷണൽ കമ്മീഷൻ ഓൺ ടീച്ചേഴ്സ് നമുക്കറിയാം 1986 വന്നത്. ദെൻ അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് നമ്മൾ പറയുന്ന കോത്താരി കമ്മീഷൻ 64-66 കാലഘട്ടത്തിൽ. പിന്നെ വരുന്നത് ലാസ്റ്റ് ഇറ്റ് ഈസ് രാധാകൃഷ്ണ കമ്മീഷൻ ദാറ്റ് ഈസ് 1948. സോ അപ്പോൾ കറക്റ്റ് ആൻസർ അങ്ങനെ പോകും. ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ എക്സ്പ്ലനേഷൻസ് സഹിതം PYQ ഡിസ്കഷന്റെ സ്പെസിഫിക് PYQ ഡിസ്കഷനിൽ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ്, a job application portfolio is a options വന്നിരിക്കുന്നത് finish portfolio, documentation portfolio, progress portfolio, working portfolio. So portfolios എന്ന് പറയുമ്പോൾ തന്നെ it should reflect ഇല്ലേ, നമ്മളെ റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും പോർട്ട്ഫോളിയോസ് ഡെവലപ്പ് ചെയ്യുന്നത്. ഒരു ജോബ് ആപ്ലിക്കേഷൻ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി കംപ്ലീറ്റ് ആയിരിക്കണം, ഒരു പ്രോഗ്രസ്ഡ് ആയിരിക്കുക, അല്ലെങ്കിൽ വർക്കിംഗ് പോർട്ട്ഫോളിയോ എന്നല്ല, അതൊരു ഫിനിഷ്ഡ് പോർട്ട്ഫോളിയോയുടെ അണ്ടറിലാണ് വരുന്നത്. സോ ഹിയർ കറക്റ്റ് ആൻസർ ഇസ് ഫിനിഷ് പോർട്ട്ഫോളിയോ. സോ കറക്റ്റ് ആൻസർ ഇസ് ഫിനിഷ് പോർട്ട്ഫോളിയോ. So finish portfolio എന്ന് പറയുന്നത് തന്നെ can refer to a completed collection of work like a job portfolio for showcasing skill to potential employers or a financial portfolio representing investment. അതാണ് ഈ ഫിനിഷ് പോർട്ട്ഫോളിയോയുടെ ഡെഫിനിഷൻ എന്ന് തന്നെ പറയുന്നത്. സോ അതുകൊണ്ടാണ് ജോബ് ആപ്ലിക്കേഷനിൽ കൊടുക്കുന്ന പോർട്ട്ഫോളിയോ ഇസ് ഫിനിഷ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. മറ്റൊരു ട്രിക്കി ക്വസ്റ്റ്യൻ, ട്രിക്കി എന്ന് പറയുന്നതിൽ ഉപരി നമ്മൾ എന്താണ് മറ്റൊരു ചോദ്യം, അത് നമുക്ക് എപ്പോഴും നമ്മൾ കൺഫ്യൂഷനിലേക്ക്, കാരണം ഇനിഷ്യൽസ് പഠിക്കാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് വെച്ചിട്ട് വരുന്ന ഒരു ചോദ്യമാണ്. അപ്പം നമ്മൾ എപ്പോഴും ഒരു വ്യക്തിയെ പറ്റി പഠിക്കുമ്പോൾ ഇനിഷ്യൽസ് കൂടെ ചേർത്ത് വെക്കണമെന്ന് പഠിക്കാനെന്ന് പറയാൻ കാരണം ഇതുപോലുള്ള ചോദ്യങ്ങൾ. UGC ഈ പ്രാവശ്യത്തെ ഈ ഒരു ഡിസംബർ 2024 നെറ്റിലെ 2-3 സ്ഥലത്ത് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. സോ ഇത് നോക്കൂ, ദ നാഷണൽ Commission on Teachers 1983 provided criteria for selection of trainees for becoming teachers, and this commission was headed by R.N. Chattopadhyaya, Dr. D.S. Kothari, V.K.R.V. Rao, D.P. Chattopadhyaya. So എന്താണ് കറക്റ്റ് ആൻസർ വരുന്നത്? നമുക്കിതറിയാം, നാഷണൽ കമ്മീഷൻ ഓൺ ടീച്ചേഴ്സ് 1983 വരുന്നത് ചാത്തോപാധ്യായ കമ്മീഷൻ എന്നാണ് പറയുന്നതെന്ന് അറിയാം. ദാറ്റ് ഈസ് ചാത്തോപാധ്യായ കമ്മീഷൻ 1 എന്ന് അറിയപ്പെടുന്നുണ്ടത്. DP ചാത്തോപാധ്യായ എന്നാണ് നമ്മൾ എടുത്തു പറയുന്നത്. സോ അപ്പോഴും ചാത്തോപാധ്യായ എന്ന് പറഞ്ഞു പോയാൽ ഒരു പക്ഷേ നമുക്ക് ആൻസർ കറക്റ്റായിട്ട് കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് ഇനിഷ്യൽ സഹിതം ഡോക്ടർ DP ചാത്തോപാധ്യായാണ് 1983. അദ്ദേഹം എന്ന് പറയുന്നത് തന്നെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിരുന്നു ഒരു സമയത്ത്. പിന്നെ അതുപോലെ തന്നെ ഇദ്ദേഹം മിനിസ്റ്റർ ഓഫ് ഹെൽത്ത് ഓഫ് ഇന്ത്യ ആൻഡ് യൂണിയൻ മിനിസ്റ്റർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി അങ്ങനെയായിരുന്നു അദ്ദേഹം. അതുപോലെ അദ്ദേഹത്തിന്റെ ഫുൾ ഫോം ഈ DP എന്ന് പറയുന്നത് ദേബി പ്രസാദ് ചാത്തോപാധ്യായ എന്നാണ് പറയുന്നത്. സോ അപ്പൊ ഈ കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് ഓർത്ത് വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. So here correct answer നോക്കൂ, Dr. DP Chattopadhyaya. So that is option 4 is correct answer. നോക്കൂ, as per NEP 2020 National Educational Technology Forum, അതായത് NETF, will have the following function. So NEP 2020 പ്രകാരം NETF-ന് ഏതൊക്കെ ഫങ്ഷൻസ് ഉണ്ട്? Okay,
So options kando, envisioning strategic thrust area in educational technology, articulate new directions for research and innovation, establish a state-of-art technology center in Gujarat, then provide independent evidence-based advice to center and state government on technology-based intervention, then allocate research project in field of educational technology from 2026. So ഇതിനകത്ത് first one, envision strategic thrust area in educational technology. അത് National Education Technology Forumത്തിന്റെ ഒരു ഫംഗ്ഷൻ ആണ്. അത് നമ്മൾ ഓൾറെഡി ഡയറക്റ്റ് പഠിച്ചു വെച്ചതാണ്. സോ അപ്പോൾ ഓപ്ഷൻ എ ഉള്ള ആൻസർ കറക്റ്റ് ആണെന്ന് നമുക്കറിയാം. സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എപ്പോഴും നമ്മുടെ ആ എലിമിനേഷൻ ട്രിക്ക് ഉപയോഗിച്ച് വേണം പോകാൻ. എലിമിനേഷൻ ട്രിക്ക് വെച്ച് നോക്കുമ്പോൾ ഓപ്ഷൻ എ തൊട്ട് താഴെ നോക്കൂ, 1, 2, 4 ഓപ്ഷൻ എ ഉണ്ട്. സോ അപ്പോൾ അത് കറക്റ്റ് ആൻസർ ആണ്. അപ്പോൾ നമുക്ക് 3 ഒമിറ്റ് ചെയ്ത് കളയാം. ഇനി അടുത്തത് നോക്കൂ, ആർട്ടിക്കുലേറ്റ് ന്യൂ ഡയറക്ഷൻസ് ഫോർ റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ. അതും എന്താണ്? നാഷണൽ എഡ്യൂക്കേഷൻ ടെക്നോളജിയുടെ ഫോറത്തിന്റെ പോളിസി ആയിട്ട് തന്നെ വന്നിട്ടുള്ളതാണ്. സോ അപ്പോൾ ബിയും കറക്റ്റ് ആൻസർ ആണ്. സോ അപ്പോൾ എയും ബിയും വരുന്ന ഓപ്ഷൻസ് ഏതൊക്കെ നോക്കൂ. ഇവിടെ എയും ബിയും വരുന്ന ഓപ്ഷൻ ഒരെണ്ണമേ ഉള്ളൂ, ഓപ്ഷൻ 2. ആ 2 നോക്കൂ, മൂന്നാമത്തെ ഓപ്ഷൻ ആയിട്ട് വരുന്ന ഡി, ദാറ്റ് ഈസ് പ്രൊവൈഡ് ഇൻഡിപെൻഡന്റ് എവിഡൻസ് ബേസ്ഡ് അഡ്വൈസ് ടു സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഓൺ ടെക്നോളജി ബേസ്ഡ് ഇന്റർവെൻഷൻ. സോ നമുക്ക് എ, ബി, ഡി എന്ന് പറയുന്നത് കറക്റ്റ് ആൻസർ ആയിട്ട് എടുക്കാം. സോ ഇവിടെ നമുക്ക് ഇത് വെച്ച് നോക്കുമ്പോൾ ഓപ്ഷൻ 2 എന്ന് പറയുന്നത് കറക്റ്റ് ആൻസർ ആയിട്ട് നോക്കാം. സോ ഞാൻ പറഞ്ഞല്ലോ ഓരോ സംഭവത്തിനെ പറ്റിയിട്ട്, ഓരോരോ ടെക്നോളജി NEP 2020 നിങ്ങൾ വൃത്തിയായി നോക്കിക്കൊണ്ട് പോകണം പരീക്ഷയ്ക്ക്. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അത് എന്തായാലും അതിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ ഇനി ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ ലേറ്റസ്റ്റ് വന്നിരിക്കുന്ന നാക്കിന്റെ അക്രഡിറ്റേഷൻ പ്രൊസീജിയേഴ്സിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ട് പോകുന്നത് എപ്പോഴും നല്ലതായിരിക്കും. സോ അപ്പോൾ ഇവിടുത്തെ കാര്യം പറയാനാണെങ്കിൽ നോക്കൂ, ഒമിറ്റ് ചെയ്ത് വേണം നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസിൽ എടുത്തിട്ട് അതിൻ്റെ ഓപ്ഷൻസിൽ നിന്ന് ആൻസേഴ്സിലേക്ക് എത്തുക എന്നുള്ളത്, കറക്റ്റ് ആൻസറിലേക്ക് എത്തുക എന്നുള്ള ഒരു ട്രിക്ക് വേണം നിങ്ങൾ ഫോളോ ചെയ്യാൻ. So ഇവിടെ envisioning strategic thrust area, articulate new directions for research and innovation, അത് ഓൾറെഡി NETF-ന്റെ ഫംഗ്ഷൻ ആണ്. അപ്പോൾ മൂന്നാമതുള്ളവർ ഒമിറ്റ് ചെയ്ത് കളഞ്ഞാൽ മതിയല്ലോ. സോ എന്താണ്? പ്രൊവൈഡ് എടുത്താൽ മതിയല്ലോ, കളയല്ലോ, നമ്മൾ എടുക്കുകയാണല്ലോ. അപ്പോൾ ഡി, പ്രൊവൈഡ് ഇൻഡിപെൻഡന്റ് എവിഡൻസ് ബേസ്ഡ് അഡ്വൈസ് ടു സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഓൺ ടെക്നോളജി ബേസ്ഡ് ഇന്റർവെൻഷൻസ്. സോ ഓപ്ഷൻ 2 is കറക്റ്റ് ആൻസർ ആണെന്ന് നോക്കാം. കണ്ടില്ലേ, ഓപ്ഷൻ 2 is the correct answer. A, B and D only. That is National Education Technology Forum will have the functions like envision strategic thrust area in educational technology, articulate new directions for research and innovation, provide independent evidence-based advice to central and state government on technology-based intervention. Okay, so option 2 is the correct answer. Next question. A national curricular and pedagogical framework for early childhood care and education for children up to the age will be developed by. Okay, so a national curricular and pedagogical framework for early childhood care and education, അതായത് NCPFE CCE, അതാണ് ഇത് early childhood care and education വരുന്നത്. സോ അത് 8 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഒരു നാഷണൽ ഒരു ഏരിയയിൽ ഡെവലപ്പ് ചെയ്തത് ഏത് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആരാണ് ഡെവലപ്പ് ചെയ്തതെന്നാണ് ചോദ്യം. ഇത് സിമ്പിൾ അല്ലെങ്കിൽ എന്താണ് മിയർ ലോജിക് വെച്ചിട്ട് നമുക്ക് ആൻസർ ചെയ്യാവുന്ന ഒരു കാര്യമാണ് അല്ലേ. കാരണം DPEP എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്ട്രിക്ട് പ്രൈമറി എഡ്യൂക്കേഷൻ പ്രോഗ്രാം. അത് പെർട്ടൈനിങ് ടു എ പെർട്ടിക്കുലർ സ്റ്റേറ്റ് ആണ്. പിന്നെ NCTEO നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ ആണ്. അപ്പോൾ ടീച്ചർ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവരവിടെ ചെയ്തിട്ടുണ്ടാവുക. പിന്നെ അടുത്തത് നാലാമത്തെ ഓപ്ഷൻ ആയിട്ട് വരുന്നത് SCERT. SCERT obviously it is somewhat related to a state അല്ലേ. ഒരു സ്റ്റേറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തു വരുന്ന കാര്യങ്ങളായിരിക്കും SCERT-യിൽ കൂടുതൽ ഡീൽ ചെയ്യുക. അപ്പോൾ ഇവിടെ മറ്റൊരു മൂന്നാമത്തെ ഓപ്ഷൻ ആയിട്ട് കിടക്കുന്നത് NCERT. ഓഫ് കോഴ്സ് NCERT ആയിരിക്കും ഇത്
ചെയ്തിട്ടുണ്ടാവുക. സോ അത് വളരെ എന്താണ് നമുക്ക് ലോജിക്ക് വെച്ച് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. യെസ്, കറക്റ്റ് ആൻസർ ഇസ് NCERT. ഓക്കെ, അപ്പോൾ NCPFE CCE എന്ന് പറയുന്ന ആ ഒരു ഫ്രെയിംവർക്ക് വന്നത് NCERT ആണ് ഡെവലപ്പ് ചെയ്തത്, അപ് ടു 8 ഇയറിന് ബിലോയിലുള്ള കുട്ടികൾക്ക് വേണ്ടി. ചിലപ്പോൾ അടുത്ത പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ NCPFന്റെ ചിലപ്പോൾ എക്സ്പാൻഷൻ ആയിരിക്കും ചോദിക്കുക, ചിലപ്പോൾ അതല്ലെങ്കിൽ എന്താണ് ഇത് 8 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ, അപ്പൊ ഏത് ഏജിന് താഴെയുള്ള കുട്ടികളെയാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നതെന്നായിരിക്കും ഒരു ചോദ്യം വരിക. അപ്പൊ അങ്ങനെയുള്ള അല്ലെങ്കിൽ ഇത് വന്ന ഇയർ ഏത് എന്നൊക്കെയുള്ള രീതിയിലായിരിക്കാം ചോദ്യം വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നീഡ്സ് ഓഫ് കരിക്കുലം ഡെവലപ്മെന്റ് ഇൻക്ലൂഡ്. ഇത് ഒരു ഡിഫറെന്റ്, ഇതുവരെ നമ്മൾ അങ്ങനെ പരിചയിച്ചു വന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ല, ഒരു പുതിയ ക്വസ്റ്റ്യൻ എന്ന് വേണമെങ്കിൽ പറയാം. സോ സ്പോർട്സ് ആൻഡ് ഗെയിംസ്, acquisition of knowledge, cultural activities, proper use of time. നമുക്ക് കരിക്കുലം ഡെവലപ്മെന്റിന്റെ നീഡ്സിനെ പറ്റിയിട്ട് ഉദ്ദേശിക്കുന്നത് എന്ത് എന്നുള്ളതാണ്. അപ്പൊ അതിൻ്റെ അകത്ത് നമുക്ക് ചില ഓപ്ഷൻസ് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് തോന്നും അല്ലേ. സ്പോർട്സ് ആൻഡ് ഗെയിംസ് അതിനേക്കാളും കൾച്ചറൽ ആക്ടിവിറ്റീസ് ഇതൊരു കരിക്കുലം ഡെവലപ്മെന്റിന്റെ നീഡ്സ് ആയിട്ട് പറയാൻ പറ്റുമോ? അതായത് എയും സിയും ആദ്യത്തെ ഓപ്ഷൻ നോക്കുമ്പോൾ ഇല്ല. അപ്പൊ നമുക്ക് എയും സിയും വേണേ ഒഴിവാക്കാം. അടുത്തത് നോക്ക്, ബി ആൻഡ് സി. യെസ്, അക്വസിഷൻ ഓഫ് നോളജ് എന്ന് പറയുന്നത് കരിക്കുലം ഡെവലപ്മെന്റിന്റെ നീഡാണ്. പക്ഷെ സി കൾച്ചറൽ ആക്ടിവിറ്റി അത് കരിക്കുലം ഡെവലപ്മെന്റിന്റെ നീഡായിട്ട് അവിടെ പറയുന്നില്ല. അപ്പൊ നമുക്ക് രണ്ടും അവോയ്ഡ് ചെയ്യാം. പിന്നെ ബി ആൻഡ് ഡി നോക്കിക്കേ, ഓപ്ഷൻ 3 യെസ്, അക്വിസിഷൻ ഓഫ് നോളജ് ആൻഡ് പ്രോപ്പർ യൂസ് ഓഫ് ടൈം അവിടാണ്. അതുകൊണ്ടാണല്ലോ ഒരു കരിക്കുലം ഡെവലപ്മെന്റ് എന്ന് വന്ന ഒരു കോൺസെപ്റ്റ് വന്നത്. സോ അപ്പോ നമുക്ക് ഓപ്ഷൻ 3 ലോക്ക് ചെയ്യാം. യെസ്, കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, ദാറ്റ് ഇസ് ബി ആൻഡ് ഡി. ദാറ്റ് ഇസ് നീഡ് ഓഫ് കരിക്കുലം ഡെവലപ്മെന്റ് ഇൻക്ലൂഡ് അക്വിസിഷൻ ഓഫ് നോളജ് ആൻഡ് പ്രോപ്പർ യൂസ് ഓഫ് ടൈം. മറ്റൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. The University of Calcutta, Bombay, Madras were established in 1857 on the recommendation of Wood's Dispatch in 1854. Who was the Viceroy of India when these were founded? കണ്ടോ, ഇത് ഓർമ്മയുണ്ട്. നമ്മൾ ആ മെക്കാളെ മിനിറ്റ്സ്, വുഡ്സ് ഡെസ്പാച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതായത് ഇന്ത്യൻ എഡ്യൂക്കേഷൻ തുടങ്ങുന്ന സമയത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ബേസിക് ആയിട്ട് പഠിച്ചു വരുന്ന സമയത്തെ ചോദ്യമാണ്. ഒന്ന് ആലോചിച്ചല്ലേ, UGCയുടെ നെറ്റ് എക്സാമിന് വൈഡ് ഏരിയ എന്ന് ഒരു ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും അല്ല, എല്ലാ ഏരിയയും ടച്ച് ചെയ്തുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഈ പ്രാവശ്യം ഈ കഴിഞ്ഞത് ഉണ്ടായിരുന്നത്, ഡിസംബർ 2024. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അതുപോലൊരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ നമുക്ക് ഇപ്പോഴും എക്സ്പെക്ട് ചെയ്യാം. കാരണം എല്ലാ ഏരിയയും ടച്ച് ചെയ്തുകൊണ്ട് പോകണം. ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ, ആൻസർ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. കാരണം നമ്മൾ ഇത് എടുത്തു പറഞ്ഞു പഠിക്കുന്നതാണ് അല്ലേ. ശരി, അപ്പോ ദ യൂണിവേഴ്സിറ്റി ഓഫ് കൽക്കട്ട, ബോംബെ, മദ്രാസ് വെയർ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1857. അപ്പൊ ആ ഒരു ആൻസർ കിട്ടി, ക്വസ്റ്റ്യൻ ഒരു ഉത്തരം നമുക്ക് കിട്ടി. ആൻഡ് ഏതിന്റെ റെക്കമെൻഡേഷനിൽ വന്നു? വുഡ്സ് ഡെസ്പാച്ചിന്റെ റെക്കമെൻഡേഷനിൽ വന്നു. വുഡ്സ് ഡെസ്പാച്ച് എന്ന 1854. ആ സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? ഓപ്ഷൻ ലോർഡ് കാനിങ്, ലോർഡ് ഡെൽഹൌസി, ലോർഡ് വെല്ലസ്ലി, ലോർഡ് ബെൻഡിക്. സോ കറക്റ്റ് ആൻസർ ഏതാ? ഡയറക്റ്റ് ചോദ്യമാണല്ലേ, ലോർഡ് കാനിങ് അല്ലേ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ആൻസർ. ലോർഡ് കാനിങ് വാസ് ദി വൈസ്രോയി ഡ്യൂറിംഗ് വുഡ്സ് ഡെസ്പാച്ച്. നെക്സ്റ്റ് ഇസ് ആൻ ഇൻക്ലൂസീവ് കരിക്കുലം മീൻസ്. അടുത്തതും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പെട്ടെന്ന് ആൻസർ കണ്ടുപിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഒന്നാലോചിച്ച്, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആ ഒരു 10ാമത്തെ യൂണിറ്റിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നോക്കൂ. സെപ്പറേറ്റ് കരിക്കുലം ഫോർ ചിൽഡ്രൻ വിത്ത് ഡിസബിലിറ്റീസ്, one curriculum for all students, separate curriculum for children without disabilities, a flexible curriculum. ഇത് നോക്കുമ്പോൾ തന്നെ ലോജിക് ആയിട്ടുള്ള ഒരു ആൻസർ. ഇതിനകത്ത് നമ്മൾ ആദ്യം സെപ്പറേറ്റ് കരിക്കുലം ഫോർ ചിൽഡ്രൻ വിത്ത് ഡിസബിലിറ്റിയും വിത്തൗട്ട് ഡിസബിലിറ്റി ഓപ്ഷൻ 1ഉം 3ഉം നമുക്ക് പാടെ ഒമിറ്റ് ചെയ്യാം ഇല്ലേ, കാരണം അത് അങ്ങനെ ഒരെണ്ണം വരാൻ വഴിയില്ല. പിന്നെ അടുത്തൊരു അതെന്താണ് വന്നത്? എ ഫ്ലെക്സിബിൾ കരിക്കുലം. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ ഫ്ലെക്സിബിൾ കരിക്കുലം അല്ല,
കാരണം ഈ ഫിസിക്കലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു എന്താണ് ഇപ്പൊ പറയുമ്പോഴത്തേക്കും ദിവ്യംഗൻ എന്നൊക്കെ ഉൾപ്പെടുത്തിയാണ് നമ്മൾ പറയുന്നത് അല്ലേ. സോ അങ്ങനെ സ്പെഷ്യലി ടാലന്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പെഷ്യലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള കുട്ടികളെയും നമ്മൾ മുഖ്യധാരയിൽ കൊണ്ടുവന്ന് ഒന്നിച്ചു പഠിപ്പിക്കുക ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർക്കൊരു ഫ്ലെക്സിബിൾ കരിക്കുലം കോമൺ ആയിട്ട് കൊടുത്ത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ലോജിക്ക് വെച്ച് നമുക്ക് ആൻസർ എന്ത് കൊടുക്കാം? 1 curriculum for all students. Yes, correct answer is 1 curriculum for all students. സോ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എപ്പോഴും നെറ്റ് എക്സാം അല്ലെങ്കിൽ ഏത് കോമ്പറ്റേറ്റീവ് എക്സാം എഴുതിയാലും ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം നമ്മൾ ഓപ്ഷൻസിൽ നിന്ന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കണം. ഓപ്ഷൻസ് ഒമിറ്റ് ചെയ്ത് ഞാൻ എപ്പോഴും നമ്മുടെ എക്സാംസ് മെയിൻ ക്ലാസ്സുകളിലെല്ലാം പറയുന്ന ഒരു കാര്യമാണത്. ഓപ്ഷൻസിൽ നിന്ന് നമ്മൾ ഉത്തരം കണ്ടെത്തണം. അതാണ് എപ്പോഴും റൈറ്റ് വേ. യെസ്, ക്വസ്റ്റ്യൻ നമ്പർ 60 അല്ലെങ്കിൽ നമ്മൾ 10th ക്വസ്റ്റ്യൻ ആണ് ഇത് ഡിസ്കസ് ചെയ്യുന്നത്. So keeping in consideration wide range of special education and related services, most school provides a continuum of service. Arrange the following in order to increase severity of disabilities. So disability യുടെ severity വെച്ചിട്ട് ഇതിനെ arrange ചെയ്യാൻ special education വെച്ചിട്ട് കണ്ടോ, വീണ്ടും inclusive educationലെ ഒരു question. Full time separate classroom, regular classroom with supplementary instruction and services, regular classroom, special school, regular classroom and resource room. So ഇത് എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇതിന്റെ സിവിയറിറ്റി ഓഫ് ഡിസബിലിറ്റി, ഒരു കുട്ടിക്ക് ഉണ്ടാകുന്ന സിവിയറിറ്റി ഓഫ് ഡിസബിലിറ്റിയുടെ ഇൻക്രീസിങ് ഓർഡർ വെച്ചിട്ട് ഏതൊക്കെയാണ് നമ്മൾ, ഇതൊരു ക്വസ്റ്റ്യൻ മേ ബി നമുക്ക് ആൻസർ കണ്ടുപിടിക്കാമല്ലോ. പക്ഷെ ഈ ഒരു അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ഓർഡർ ടു ഇൻക്രീസ് സിവിയറിറ്റി ഓഫ് ഡിസബിലിറ്റി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചൊരു കൺഫ്യൂഷൻ വരുന്ന ഒരു ഏരിയയാണ്. സോ അപ്പൊ അത് നമുക്കൊന്ന് നോക്കാം. സോ ആദ്യം വരേണ്ടത് ഇവിടുത്തെ ഒരു റെഗുലർ ക്ലാസ് റൂം, അവിടെ സിവിയറിറ്റി ഏറ്റവും കുറവുള്ള കുട്ടികളായിരിക്കും അല്ലേ. അപ്പോൾ ഏറ്റവും ലോ അതായത് ഇൻക്രീസിങ് ഓർഡറിലാണ്. അപ്പോൾ റെഗുലർ ക്ലാസ് റൂം. അപ്പോൾ ഓപ്ഷൻ സി ആയിരിക്കണം ആദ്യം വരേണ്ടത്. നമ്മൾ നോക്കുമ്പോൾ ഓപ്ഷൻ സി 4 ഓപ്ഷനിലും ഉണ്ട്. ഓക്കെ, സോ അപ്പോൾ അത് കറക്റ്റ് ആണല്ലോ. അപ്പൊ അടുത്ത ഒരെണ്ണം നോക്കിക്കേ. ഈ ഒരു റെഗുലർ ക്ലാസ് റൂമില് സപ്ലിമെന്ററി ഇൻസ്ട്രക്ഷൻസ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ കണ്ണിന് ബ്ലൈൻഡ്നെസ് ഉള്ള ഒരു കുട്ടികൾക്ക് അവർക്കൊരു സപ്ലിമെന്ററി സപ്പോർട്ട് കൊടുത്താൽ അപ്പോൾ അങ്ങനെ ഒരു ഇത് കൊടുത്താൽ അതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. ഓക്കെ, ഇൻസ്ട്രക്ഷനും സപ്ലിമെന്ററി ഇൻസ്ട്രക്ഷനും സർവീസസും ഇപ്പോൾ നമ്മുടെ സ്കൂളുകളിൽ മെജോറിറ്റിയും ചെയ്യുന്നത്, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ ചെയ്യുന്നത് റെഗുലർ ക്ലാസ് റൂം വിത്ത് സപ്ലിമെന്ററി ഇൻസ്ട്രക്ഷൻ ആൻഡ് സർവീസസ് ആണ്. പിന്നെ കുറച്ചും കൂടി സിവിയറിറ്റി ഉള്ള ഒരു കുട്ടികൾക്ക് വരുമ്പോൾ റെഗുലർ ക്ലാസ് റൂം ആൻഡ് റിസോഴ്സ് റൂം കൂടെ ഉണ്ടായിരിക്കും. അവർക്കൊരു സെപ്പറേറ്റ് റിസോഴ്സ് റൂമും കൂടി ഉണ്ടായിരിക്കും. ഇനി അടുത്ത എന്താണ്? റെഗുലർ ക്ലാസ് റൂമിൽ തന്നെ സ്കൂളിലുള്ള കുട്ടികൾക്ക് തന്നെ ഒരു ഫുൾ ടൈം ആയിട്ട് സെപ്പറേറ്റ് ക്ലാസ് റൂം അലോട്ട് ചെയ്യാം. പിന്നെ ഹൈ സിവിയറിറ്റി ഉള്ള കുട്ടികൾക്ക് സ്പെഷ്യൽ സ്കൂളുകളും കൊടുക്കാം. സോ അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ഏത് ഓപ്ഷനുമായിട്ട് പോകാം? യെസ്, ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട്. CBEAD നോക്കാം. യെസ്, കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ CBEAD. അതായത് ഒരു ഇൻക്ലൂസീവ് ക്ലാസ് റൂം അല്ലെങ്കിൽ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ വേണ്ട കുട്ടികൾക്ക് അവരുടെ സിവിയറിറ്റിയൊക്കെ അനുസരിച്ച് എങ്ങനെയാണ് അവരുടെ ആ സർവീസസ്, അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകളെ എങ്ങനെ സിവിയറിറ്റിക്ക് അനുസരിച്ച് അതിന്റെ ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്നത്, അവർക്കുള്ള സർവീസുകളെ. അപ്പൊ ആദ്യം ഒരു റെഗുലർ ക്ലാസ് റൂമിൽ നോക്കും. റെഗുലർ ക്ലാസ് റൂമിൽ ഇഫ് ഇറ്റ് ഇസ് നോട്ട് വർക്കിംഗ് നമ്മൾ നേരെ സപ്ലിമെന്ററി ഇൻസ്ട്രക്ഷനും സർവീസസും റെഗുലർ ക്ലാസ് റൂമിൽ പ്രൊവൈഡ് ചെയ്യും. ഇല്ല, അവിടെയും കൊണ്ട് വർക്ക്ഔട്ട് ആവുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ മുകളിൽ സിവിയറിറ്റി ഉള്ളവരാണെങ്കിൽ റെഗുലർ ക്ലാസ് റൂം ആൻഡ് റിസോഴ്സ് റൂം പ്രൊവൈഡ് ചെയ്യും. അവർക്ക് സെപ്പറേറ്റ് റിസോഴ്സ് റൂം ഉണ്ടായിരിക്കും അവർക്ക്, കൂടാതെ അവർക്ക് ഒരു റെഗുലർ ക്ലാസ് റൂമിൽ തന്നെ ഉണ്ടാകും. പിന്നെന്താണ്, ഇനിയും സിവിയറിറ്റി വരുന്ന കുട്ടികളെ ഫുൾ ടൈമിലും അവരെ എവിടെ ഇരുത്തും? സെപ്പറേറ്റ് ക്ലാസ് റൂമിൽ ഇരുത്തും. ഇനി നാലാമത് ലാസ്റ്റ് വരുന്നത്, ഇനി ഇതൊന്നും പറ്റില്ല, തീരെ ഒരുപാട് ചലഞ്ചഡ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ വി വിൽ ടേക്ക് ദം ടു, കുട്ടികളെന്ന് വെച്ചാൽ ടോട്ടൽ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സ്കൂളുകൾ വെച്ചിട്ട് പോകും. അതായത് സ്പെഷ്യൽ സ്കൂളായിട്ട് തന്നെ ഡെവലപ്പ് ചെയ്യും. ഓക്കെ, സോ ഓപ്ഷൻ 2 is the correct answer. അടുത്ത നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ള കുറെ ചോദ്യങ്ങളിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നുമല്ല, പക്ഷെ
ഈ പറയുന്ന പോലെ നമുക്ക് പെട്ടെന്ന് ആൻസർ കണ്ടുപിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. പക്ഷേ ഇവിടെ ഒരു ക്വസ്റ്റ്യനിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഞാൻ ആ മിസ്റ്റേക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇപ്പോൾ ഡിസ്കസ് ചെയ്യുമ്പോൾ. നോക്കൂ, മാച്ച് ദ ഫോളോയിങ് ആണ് വന്നത്. റൈറ്റ് ഓഫ് ചിൽഡ്രൻ ടു ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ, RTE അല്ലേ. പിന്നെ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ആക്ട്, ദെൻ നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ NCTE ആക്ട്, then University Grant Commission Act UGC. ഓക്കെ, സോ നമുക്ക് ഇതിൽ നിന്ന് കണ്ണടച്ചുകൊണ്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം ഉണ്ട്. ഏതാണ്? റൈറ്റ് ടു എഡ്യൂക്കേഷൻ അല്ലേ. റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്നാ വന്നത്? അത് 2009 അല്ലേ. അപ്പോൾ നമ്മൾ എക്ക് 2 കൊടുത്തു. ഇനി നോക്കിക്കേ, കമ്മീഷൻ ഫോർ ഇനി നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ. ഈ നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ ഇൻഫാക്ട് 1975 വന്നത്. നമ്മുടെ ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ബൈ മിസ്റ്റേക്ക് ആയിട്ടായിരിക്കും 1993 എന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് മിക്കവാറും ഈ ക്വസ്റ്റ്യൻ അവർ അവോയ്ഡ് ചെയ്യും. നമ്മുടെ പരീക്ഷയ്ക്ക് ഈ ക്വസ്റ്റ്യൻ അവർ അവോയ്ഡ് ചെയ്തിട്ടേ കാൽക്കുലേഷൻ നടത്തത്തുള്ളൂ. പക്ഷെ നമുക്കറിയാം 1975 ആണ് നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ആക്ട് വന്നത്. ഇനി യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ UGC വന്നത്, യെസ്, UGCയുടെ പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യമില്ല. UGC വന്നത് 1956 അതിന്റെ ആ ഒരു ആക്ടിന്റെ അസോസിയേറ്റ് ചെയ്താണ് UGC വന്നത് അല്ലേ. സോ അപ്പോ ഇതിൽ പ്രത്യേകിച്ച് ഓപ്ഷൻ പറയേണ്ടത് ഇവിടെ ഓപ്ഷൻ 3 ആണ്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടുത്തെ ഒരു ക്വസ്റ്റ്യന്റെ ഡൗട്ട് ഉള്ളത് കൊണ്ട്, ഡൗട്ട് എന്നല്ല, ക്വസ്റ്റ്യനിലെ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആവാനാണ് അത് വഴി. സോ അത് ഉള്ളത് കൊണ്ട് ഡെഫിനറ്റ്ലി ഈ ക്വസ്റ്റ്യൻ അവർ ഡിലീറ്റ് ചെയ്യും. എനിവേ നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഇതിന്റെ ആൻസർ മാത്രം ഒന്ന് നോക്കി വെക്കുക. റൈറ്റ്, അതായത് RTE ആക്ട് 2009, കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ് ആക്ട് 2005, നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ ആക്ട് 1975, 73 എന്നും പറയാം, 75 എന്നും പറയാം. ഓക്കെ, ദെൻ UGC 1956. ആക്ച്വലി നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ പ്രകാരം ഓപ്ഷൻ 3 ആയിരുന്നു കറക്റ്റ് ആയിട്ട് വരേണ്ടത്. ശരിക്കും അത് 3 തന്നെയാണ്. ഒന്ന് നോക്കിയാലേ നിങ്ങൾക്ക് അറിയാം. C എന്ന് പറയുന്നത് 4, ബാക്കി 3 കറക്റ്റ് ആയിട്ടുള്ളപ്പോൾ C എന്ന് പറയുന്നതിന് പ്രശ്നം വരുന്നില്ലല്ലോ. സോ അപ്പോൾ ഇവിടെ 3 ആണ് ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, which among the following theory affirms the inequality in socially constructed and can be eradicated? നമ്മൾ മാർക്സിസം പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞു മാർക്സിസം ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പൊതുവേ അവരിടാറില്ല അല്ലേ. പക്ഷെ കഴിഞ്ഞ ഒന്ന് രണ്ട് ചോദ്യം, ഒരു കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാത്രം ഇങ്ങനെയുള്ള ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടേ ഇല്ലായിരുന്നു. പക്ഷെ ഇങ്ങനെയുള്ള ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ്, അതായത് ഈ സ്കൂൾസ് ഓഫ് ഫിലോസഫിയിലെ ഒരു ഏരിയയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ മാർക്സിസമോ അല്ലെങ്കിൽ നമ്മുടെ ഐഡിയലിസം, ആ ഒരു പ്രാഗ്മാറ്റിസം, ആ ഒരു ഏരിയയിൽ, അതായത് ഓൾഡ് സ്കൂൾ ഓഫ് ഫിലോസഫിയോ ഇങ്ങനെയുള്ള പ്രാഗ്മാറ്റിസമോ മാർക്സിസമോ ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല. സോ അപ്പോൾ ഇവിടെ മാർക്സിസമാണ് ഇവിടെ ഒരു ഓപ്ഷൻ ആയിട്ട് വന്നിരിക്കുന്നത്. നമുക്ക് എന്തായാലും ഇതൊന്ന് ജനറലി നോക്കാം. Which among the following theory affirms that inequality is socially constructed and can be eradicated? നമുക്കറിയാം ഇനിക്വാലിറ്റിയെ പറ്റിയിട്ടൊക്കെ പറയുന്നത് റാഷണൽ ചോയ്സ് തിയറി, തിയറി ഓഫ് സിസ്റ്റം അനാലിസിസ്, മാർക്സിസം, കൺസർവേറ്റിസം അല്ലേ. ഇവിടെ ഒന്നുമില്ല, കണ്ണടച്ചുകൊണ്ട് നമുക്ക് ആൻസർ ചെയ്യാം മാർക്സിസം. കാരണം ഇനിക്വാലിറ്റിയും സോഷ്യലി അതൊക്കെ അവോയ്ഡ് ചെയ്യണം എന്ന് പറയുന്നത് മാർക്സിസം ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സോ ഹിയർ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 3, മാർക്സിസം. മറ്റൊരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. ഇനി ഇവിടെ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യന്റെ കാര്യം പറയുമ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ അറിയാലോ, എപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്നത് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ഓപ്ഷൻസിൽ നിന്ന് ഉത്തരം കണ്ട്, അതായത് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് വെച്ച് നോക്കി ഉത്തരങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇതിപ്പോൾ നോക്കുക, പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ, മാസ്റ്ററി ലേണിംഗ്, സിമുലേഷൻ, ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ, അതാണ് ലിസ്റ്റ് 1 വന്നിരിക്കുന്നത്. ലിസ്റ്റ് 2 ബെഞ്ചമിൻ എസ് ബ്ലൂം, ദെൻ BF സ്കിന്നർ, ടോം ഗുഡ്, കാൾ സ്മിത്ത്. നമുക്ക് അറിയാവുന്ന 2 പേരുണ്ട് ഇവിടെ. ആരൊക്കെയാണ്? ബ്ലൂമും സ്കിന്നറിനെയും നമ്മൾ പെട്ടെന്ന് ഓർക്കുന്ന ആൾക്കാരാണ് അല്ലേ. പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ ആരുടേതാണ്? കണ്ണടച്ചുകൊണ്ട് നമുക്ക് പറയാം ബ്ലൂമിൻ്റെതാണ്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ പതുക്കെ എന്ത് വന്നു, പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ ആരുടേതാണ്? സ്കിന്നറുടേതാണ്. ബ്ലൂം പെട്ടെന്ന് ഞാൻ പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ ആരുടേതാണ്? സ്കിന്നറുടേതാണ്. നോക്ക് ഇവിടെ A2 വരുന്ന ഓപ്ഷൻസ് ഏതൊക്കെ നമ്മൾ എടുത്ത് നോക്കി. A2 വരുന്ന ഓപ്ഷൻസ് 2 എണ്ണം ഉണ്ട്. 2 എന്ന് പറയുമ്പോൾ 2ഉം 3ഉം ഉണ്ട് അല്ലേ.
അപ്പൊ A2, അപ്പൊ അതുകൊണ്ട് നമുക്ക് അവന് 1 4 നമുക്ക് അങ്ങ് അവോയ്ഡ് ചെയ്ത് വിടാം. ഇനി A2 വരുന്ന പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ വരുന്ന 2 എണ്ണം ഉണ്ട്. ഇനി അടുത്തത് മാസ്റ്ററി ലേണിംഗ്. മാസ്റ്ററി ലേണിംഗ് നമ്മളെ ആരാ പഠിപ്പിച്ചേ? വളരെ എളുപ്പം അല്ലേ? മാസ്റ്ററി ലേണിംഗ് ബ്ലൂമിൻ്റെതാണ്. സോ അപ്പോ B is 1. അപ്പോ A2ഉം B1ഉം വരുന്ന ഓപ്ഷൻ ഏതാണെന്ന് നോക്കാം. അവിടെ നോക്കുമ്പോൾ ഓപ്ഷൻ 3 ആണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ C, ദാറ്റ് is സിമുലേഷൻ എന്ന് പറയുന്ന കാൾ സ്മിത്തും then ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ടോം ഗുഡിൻ്റെതും ആണ്. സോ ഹിയർ ഓപ്ഷൻ 3 is the correct answer. നോക്കൂ, ഓപ്ഷൻ 3 is the correct answer. That is programmed instruction by Skinner, mastery learning by Benjamin Bloom, simulation is by Carl Smith, and direct instructions are given. Direct instruction is by Tom Good. Next question. Swami Vivekananda in his famous speech in Chicago 1893 conceptualized universal acceptance. Which of the following statement encapsulates his philosophy about religion and human nature? So ഇത് നോർമലി ചോദിക്കുന്ന പാറ്റേണിൽ നിന്ന് വേറിട്ടൊരു രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും അരബിന്ദോയെ പറ്റി ചോദ്യമോ അല്ലെങ്കിൽ സ്വാമി വിവേകാനന്ദനെ പറ്റിയുള്ള ചോദ്യങ്ങളോ മെജോറിറ്റിയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വരാറുണ്ട്. പക്ഷെ അത് ഈ ഒരു പാറ്റേണിലല്ല, വേറെ എന്തെങ്കിലും രീതിയിലായിരിക്കും. പക്ഷെ ഇത് കണ്ടോ, ഇത് വേറൊരു പാറ്റേണിലാണ് ചോദിച്ചിരിക്കുന്നത്. സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോ പ്രസംഗത്തില് യൂണിവേഴ്സൽ അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞു. ഇതിൽ ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് യൂണിവേഴ്സൽ അക്സെപ്റ്റൻസ് എന്ന് പറയുന്നതുമായിട്ട് റിലീജിയൻ ആൻഡ് ഹ്യൂമൻ നേച്ചർ അതിന്റെ ആ ഒരു ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വന്നിരിക്കുന്നതെന്ന്. സോ ഇവിടെ ഓപ്ഷൻസ് ആയിട്ടുള്ളത് ultimate goal of all humanity is to see the divinity in oneself and in others. Then all religions are merely path to the same truth. One must transcend religious dogma to realize the awareness of all. The true spirituality is renunciation from all worldly affairs. Then every human is an embodiment and manifestation of divine, and thus all forms of worships are equally valid. So ഇവിടെ ഓപ്ഷൻ നോക്കുമ്പോൾ ഇവിടെ എന്താണ്, ഫിലോസഫിയെയും റിലീജിയനെയും ഹ്യൂമൻ നേച്ചറേയും പറ്റി പറയണം. ഓക്കെ, ഇവിടെ നോക്കിക്കേ, റിലീജിയൻ എന്ന് പറയുന്ന ഒരു ടേം നമുക്ക് അങ്ങനെ വേണമെങ്കിൽ എടുക്കാം. റിലീജിയൻ എന്ന് പറയുന്ന ഒരു ടേം റിലീജിയസ് ഡോഗ്മയെ റിലേറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്ന ഒറ്റ സെന്റൻസേ ഉള്ളൂ ഇവിടെ. ഏതാ? ഓൾ റിലീജിയൻസ് ആർ മിയർലി പാത്ത് ടു ദി സെയിം ട്രൂത്ത്. വൺ മസ്റ്റ് ട്രാൻസെൻഡ് റിലീജിയസ് ഡോഗ്മ ടു റിയലൈസ് ദ അവയർനെസ് ഓഫ് ഓൾ. സോ അവയർനെസ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ നേച്ചറിനെ അസോസിയേറ്റ് ചെയ്തതാ. സോ ഇവിടെ ഓപ്ഷൻ 2 is the right answer. കണ്ടോ, ഓപ്ഷൻ 2 ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ച് ട്രിക്കി ആയിട്ട് വരും. പക്ഷെ നമ്മളിവിടെ നമ്മുടെ മിയർ ലോജിക്കും കൂടി അസോസിയേറ്റ് ചെയ്ത് വേണം എക്സാം എഴുതാണ്ടിരിക്കാൻ. എല്ലാം അങ്ങ് ബുജി ലെവലിലെ അല്ലെങ്കിൽ എല്ലാം അങ്ങ് സ്റ്റാൻഡേർഡ് ലെവൽ, ഹൈ സ്റ്റാൻഡേർഡ് ലെവൽ ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ എല്ലാം അങ്ങ് എന്താണ് പഠിച്ച രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിൽ നമ്മുടെ മിയർ കോമൺ സെൻസും കൂടി അപ്ലൈ ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസും കൂടിയൊക്കെ ചോദിക്കും. അപ്പൊ അത് നമ്മുടെ പ്രസൻസ് ഓഫ് മൈൻഡിനെ എൻഷുർ ചെയ്യുന്ന രീതിയിൽ അങ്ങനെ ഒരു ചോദ്യമാണ് ഇതും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് ആണ്. കരിക്കുലം ആസ് എ പ്ലാൻ, കരിക്കുലം ആസ് ആൻ എക്സ്പീരിയൻസ്, കരിക്കുലം ആസ് സബ്ജക്ട് മാറ്റർ, കരിക്കുലം ആസ് ആൻ ഒബ്ജക്റ്റീവ്. ഇതൊക്കെ പറഞ്ഞവരാര്? ഒന്നുമില്ല, നമ്മുടെ കരിക്കുലം ഡെവലപ്മെന്റ് മോഡൽസിൽ ഓരോരുത്തരും പറഞ്ഞതാണ് അല്ലേ. ഇനി ക്രോ ആൻഡ് ക്രോയുടെ ഡെഫിനിഷൻ തന്നെ നമ്മൾ ഒരുപാട് പഠിച്ചുകൊണ്ട് പോകുന്നതാണ് കരിക്കുലത്തിന്റെ. എന്താണ് കരിക്കുലം എന്താണെന്ന് പറയുന്നത് തന്നെ ഒരു സ്റ്റുഡിയോയിൽ എന്താണ് ആ ഒരു എന്താണ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് കരിക്കുലത്തിന്റെ ഡെഫിനിഷൻസ് പറഞ്ഞിട്ട് പോയതാണ് അല്ലേ. ഒരു ഗാർഡൻ്റെ അകത്ത് പൂക്കൾ പോലെയാണ്, ആ പൂക്കളിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ ഡെഫിനിഷൻസ് പലരും പറഞ്ഞതുണ്ട്. സോ അപ്പോ ഇവിടെ തന്നിരിക്കുന്ന വെച്ചാൽ കരിക്കുലം ആസ് എ പ്ലാൻ എന്ന് പറഞ്ഞത് ആര്? കരിക്കുലം ആസ് ആൻ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞത് ആര്? കരിക്കുലം ആസ് എ സബ്ജക്ട് മാറ്റർ എന്ന് പറഞ്ഞത് ആര്? ആൻഡ് കരിക്കുലം ആസ് ആൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞത് ആര്? ഇവിടെ നോക്കൂ, കരിക്കുലം ആസ് ആൻ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞത് ക്രോ ആൻഡ് ക്രോ ആണ്. ഓക്കെ, ദെൻ കരിക്കുലം ആസ് എ പ്ലാൻ എന്ന് പറഞ്ഞത് ഹിൽഡ ടാബ മോഡലിലാണ്, ഒരു പ്ലാൻ ആണെന്ന് പറഞ്ഞു ഹിൽഡ ടാബ.
പിന്നെ കരിക്കുലം ആസ് എ സബ്ജക്ട് മാറ്റർ, കരിക്കുലം എന്ന് പറയുന്ന ഒരു സബ്ജക്ട് മാറ്റർ എന്ന് പറഞ്ഞത് ഡോൾ ആണ്. ദെൻ കരിക്കുലം ആസ് ആൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞതാണ് സ്കിന്നർ. ഓക്കെ, സോ അപ്പൊ അതുകൊണ്ട് ഓപ്ഷൻ 3 ആവാനാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരേണ്ടത്. നോക്കാം. യെസ്, ഓപ്ഷൻ 3 ഈസ് ദി കറക്റ്റ് ആൻസർ. കരിക്കുലം ആസ് എ പ്ലാൻ പറഞ്ഞത് ടൈലർ ആൻഡ് ഹിൽഡ ടാബ. ദെൻ ആ മോഡലിന്റെ പ്രകാരമാണ്. ദെൻ കരിക്കുലം ആസ് ആൻ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞത് ക്രോ ആൻഡ് ക്രോ. കരിക്കുലം ആസ് a subject matter എന്ന് പറഞ്ഞത് ഡോൾ ആൻഡ് കരിക്കുലം ആസ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞത് BF സ്കിന്നർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ? ഇത് അങ്ങനെ നമ്മൾ പെട്ടെന്നൊന്നും കണ്ടിട്ടുള്ള രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഗുലർലി കണ്ടുവന്നൊരു ചോദ്യം, നമ്മൾ ഇങ്ങനെ ഒരു ചോദ്യം പ്രിപ്പയർ ചെയ്തുകൊണ്ട് പരീക്ഷയ്ക്ക് പോകത്തില്ല. പക്ഷേ നമുക്ക് നമ്മുടെ ഉത്തരങ്ങളിൽ നിന്ന് മനസ്സിലാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നോക്കൂ, segregation is an integral to special education. Integrated education provides partial opportunity for participation. Inclusive education recognizes rights but not realizes all of them. Inclusive education is least restrictive. Okay. നോക്കൂ, ഇതിലെ ചോദ്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ചോദിച്ചിരിക്കുന്നത് നോട്ട് ട്രൂ, ട്രൂ അല്ലാത്തത് ഏത്, തെറ്റായി കൊടുത്തിരിക്കുന്നത്. നോക്കൂ, സെഗ്രിഗേഷൻ ഈസ് ഇന്റഗ്രൽ ടു സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഡെഫിനറ്റ്ലി വേണം അല്ലേ, അത് ട്രൂ ആണ്. ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് പാർഷ്യൽ ഓപ്പർച്യൂണിറ്റി ഫോർ പാർട്ടിസിപ്പേഷൻ, ട്രൂ ആണ്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ റെക്കഗ്നൈസ് റൈറ്റ്സ് ബട്ട് നോട്ട് റിയലൈസ് ഓൾ ഓഫ് ദം. അങ്ങനെ ഒരെണ്ണം അത് ട്രൂ ആണോ? അല്ല. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഈസ് ലീസ്റ്റ് റെസ്ട്രിക്റ്റീവ് എന്നുള്ളത് കറക്റ്റ് ആണ്. സോ അപ്പൊ ട്രൂ അല്ലാത്തത് ഈ കൂട്ടത്തില് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ റെക്കഗ്നൈസ് റൈറ്റ്സ് ബട്ട് നോട്ട് റിയലൈസ് ഓൾ ഓഫ് ദം. ആരും അത് മനസ്സിലാക്കുന്നില്ല, അങ്ങനെ ഒരിക്കലും വരുന്നില്ല. അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്ത് കൊണ്ടുവന്നത്. ഓപ്ഷൻ 3 ഈസ് ദി റൈറ്റ് ആൻസർ. യെസ്, ഇനി അടുത്തതാണ് മാച്ച് ദ ഫോളോയിങ് ആണ്. മറ്റൊരു മാച്ച് ദ ഫോളോയിങ്ങിലേക്ക് നമ്മൾ കടക്കുക. ഇത് നമ്മൾ പുതിയ കുറച്ചു പേരെ ആഡ് ചെയ്ത്, നെൽ നോഡിങ്, അങ്ങനെയുള്ള വൂൾസൺ ക്രാഫ്റ്റ്, ഇങ്ങനെയുള്ള കുറെ പേരെ ആഡ് ചെയ്തെങ്കിലും അവരിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങളൊന്നും ഇതുവരെ പ്രതീക്ഷിച്ചിട്ടില്ല. ഐ മീൻ നമ്മൾ സാവിത്രിബായി ഫുലെ മാത്രം, ഇന്ത്യൻ ഓഥറിന് അത് മാത്രം 1-2 ചോദ്യങ്ങൾ ഇതൊക്കെ ആഡ് ചെയ്ത സമയത്ത് വന്നെങ്കിലും നെൽ നോഡിങ്ങിനെയോ വൂൾസൺ ക്രാഫ്റ്റ് അങ്ങനെയൊക്കെയുള്ളവരെ പറ്റിയിട്ടൊന്നും വലിയ ചോദ്യങ്ങളൊന്നും വന്നിരുന്നില്ല. പക്ഷേ ദേ ഇപ്പൊ ഒരു ചോദ്യം കഴിഞ്ഞ ആ ഒരു എക്സാമിന് ചോദിച്ചിരിക്കുക. നോക്ക്, ഗ്രാംസി, ചാൾസ് പിയേഴ്സ്, ജീൻ ഫ്രാൻകോസസ് ലിയോട്ടാർഡ്, ദെൻ നെൽ നോഡിങ്, ഇവരൊക്കെ കൊണ്ടുവന്ന എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. ചാൾസ് പിയേഴ്സിനെ നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്നത് എന്താണ്? പ്രാഗ്മാറ്റിസം അല്ലേ? ചാൾസ് പിയേഴ്സ് പ്രാഗ്മാറ്റിസത്തിന്റെ ആളാണ്. സോ അപ്പോ ബി ഈസ് 1. ഗ്രാംസിനെ നമുക്ക് വലുതായിട്ട് അറിയില്ല, അതവിടെ നിന്നോട്ടെ. ചാൾസ് പിയേഴ്സിന് നമുക്ക് പ്രാഗ്മാറ്റിസമായിട്ട് അറിയാം. ഇനി നെൽ നോഡിങ് നമ്മൾ പഠിച്ചതാണ് നമ്മുടെ എക്സാംസിന്. നെൽ നോഡിങ് എന്ന് പറയുന്നത് ഫെമിനിസത്തിന്റെ ആളാണ്, ലേഡി അല്ലേ? സോ അപ്പൊ അത് രണ്ടും കിട്ടി. ദാറ്റ് മീൻസ് ബി ഈസ് 1, ഡി ഈസ് 2. അപ്പൊ B1ഉം D2ഉം വരുന്ന എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കൂ. B1ഉം D2ഉം വരുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, ദാറ്റ് ഇസ് ഓപ്ഷൻ നമ്പർ 2. അപ്പൊ നോക്കൂ, ഗ്രാംസി എന്ന് പറയുന്ന മാർക്സിസവും JF ലിയോട്ടാർഡ് വരുന്നത് പോസ്റ്റ് മോഡേണിസത്തിന്റെയും ആയിട്ട് നമുക്ക് എടുക്കാം. കാരണം മറ്റേത് രണ്ടും ഷുവർ ഷോർട്ടായിട്ടുള്ള 2 എണ്ണം ഉള്ളപ്പോൾ അതിന് വെച്ചിട്ട് ബാക്കിയുള്ളതിനെ മാച്ച് ചെയ്താൽ പോരെ. സോ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 2 ആണ്. യെസ്, ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. ദാറ്റ് മീൻസ് A3, B1, C4 and D2. That means Gramsci is for Marxism, Charles Peirce is pragmatism, JF Lyotard is for postmodernism, and Nell Nodding is feminism. ഒരു റിസർച്ചിലെ ചോദ്യം. Write the following steps of sampling procedure in a correct order. ഇത്
എപ്പോഴും ഈ റിസർച്ചിൽ ഒന്നുകിൽ റിസർച്ചിന്റെ പാത്ത് വൈസിന്റെ കറക്റ്റ് ഓർഡറിൽ എഴുതാൻ പറയും, അതല്ലെങ്കിൽ ആക്ഷൻ റിസർച്ചിന്റെ കറക്റ്റ് ഓർഡറിൽ എഴുതാൻ പറയും, അതല്ലെങ്കിൽ എന്താണ് അങ്ങനെയുള്ള ഡേറ്റ കളക്ഷന്റെ പ്രൊസീജിയർ കറക്റ്റിൽ എഴുതാൻ പറയും. ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ വരും. ഇപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് സാമ്പിളിങ്ങിന്റെ പ്രൊസീജിയർ കറക്റ്റ് ആയിട്ട് എഴുതാൻ. ഓക്കെ, ഓർഡറിൽ കൊടുക്കാൻ നോക്കൂ. പ്രിപ്പയറിംഗ് സാമ്പിളിംഗ് ഫ്രെയിം, അപ്ലൈയിങ് ദ സാമ്പിളിംഗ് ടെക്നിക്, അഡ്മിനിസ്റ്റർ ദ ടൂൾ, ഡിഫൈൻ ദ യൂണിവേഴ്സ് ടു ബി സ്റ്റഡീഡ്. നമുക്ക് ഒരു കാര്യം അറിയാം, ഒരു സ്റ്റഡി നടത്തണമെങ്കിൽ നമുക്ക് ആദ്യം എന്തിനെ പറ്റി പഠിക്കണം എന്നൊരു ഐഡിയ വേണം അല്ലേ? അപ്പൊ നമ്മൾ ആദ്യം അതിന്റെ യൂണിവേഴ്സിനെ ഡിഫൈൻ ചെയ്യുകയായിരിക്കണം ലോജിക്കലി ചെയ്യേണ്ടത്. സോ അപ്പോ ഓപ്ഷൻ ഡി ആണ് ആദ്യം വരേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ ഓപ്ഷൻ ഡി ആദ്യം വരുന്ന ഓപ്ഷൻസ് ഏതൊക്കെയെന്ന് നോക്കി. ഇനി അടുത്തത്, അവിടെ സെക്കൻഡ് ഓപ്ഷൻ വന്നിരിക്കുന്ന രണ്ടും എ, ദാറ്റ് ഈസ് പ്രിപ്പയറിംഗ് സാമ്പിൾ ഫ്രെയിം. ഓഫ് കോഴ്സ് അല്ലേ, ഒരു യൂണിവേഴ്സിനെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഫ്രെയിം ഉണ്ടാക്കണം, അത് വെച്ചിട്ട് ഒരു മോൾഡ് ഉണ്ടാക്കണം. സോ അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? മോൾഡ് ഉണ്ടാക്കി. ദാറ്റ് മീൻസ് പ്രിപ്പയറിംഗ് ദി സാമ്പിൾ ഫ്രെയിം. ഇനി അടുത്തതാണ്, നമ്മള് ഒരു ടൂള് സാമ്പിളിംഗ് ടെക്നിക്ക് അപ്ലൈ ചെയ്തിട്ടാണ് ടൂൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് അല്ലേ? ടെക്നിക്ക് നമ്മൾ ആദ്യം ഡിസൈഡ് ചെയ്യും. സോ അപ്ലൈയിങ് ദ സാമ്പിളിംഗ് ടെക്നിക്, ദെൻ അഡ്മിനിസ്റ്റർ ദി ടൂൾ. സോ ഓപ്ഷൻ 2 ആണ്, DABC ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. യെസ്, കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 2. ദാറ്റ് മീൻസ് preparing ആദ്യം വരുന്നത് define the universe to be studied, then preparing a sample frame, then applying the sampling technique, then tool administration. The next question. As per the Gazette notification 2021 with respect to ITEP, which of the following degree will be the outcome of the 4-year integrated teacher education program? ഒന്നുമില്ല അല്ലേ? BA B.Ed, BSc B.Ed, BCom B.Ed, അതാണല്ലോ ITEPില് അല്ലേ? സോ ജസ്റ്റ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരാൻ പോകുന്ന BA Ed, BSc Ed, BCom Ed അല്ല, ശരിക്കും BA B.Ed, BSc B.Ed, BCom B.Ed അങ്ങനെ പോവുകയാണ്. സോ ഓപ്ഷൻ 1 is the correct answer. റൈറ്റ് എന്താണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇനി ഗസറ്റ് നോട്ടിഫിക്കേഷൻ എന്നാ വന്നതെന്ന് വേണമെങ്കിൽ 2021. ഇത് എന്തുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4-year integrated degree teacher education program, that is ITEP. Okay, the option 1 is the correct answer. Next question. On the recommendation of which of the following committee on transformative reforms in accreditation, the executive committee of NAAC had proposed launching of reforms in 2 phases, binary accreditation and maturity based grade level. So ഇത് ഏത് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ വഴിയായിട്ട് വന്നതാണെന്നാണ് ചോദിക്കുന്നത്. ഡോക്ടർ DP സിംഗ് കമ്മിറ്റി, ഡോക്ടർ ഗണേഷ് കന്നാബിരാൻ കമ്മിറ്റി, ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മിറ്റി, ഡോക്ടർ സുഭാഷ് റോയ് കമ്മിറ്റി. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഈ ഡോക്ടർ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞത് ഡോക്ടർ K രാധാകൃഷ്ണനാണ്, നമ്മുടെ ഇസ്രോയുടെ ചെയർമാനായിട്ടിരുന്ന ഡോക്ടർ K രാധാകൃഷ്ണൻ. ഇനി പറയട്ടെ, ഇതിന്റെ കറക്റ്റ് ആൻസറും ഡോക്ടർ K രാധാകൃഷ്ണൻ കമ്മിറ്റിയാണ്. ഇനി ഈ നാക്കിന്റെ ഇപ്പൊ പുതിയ ഗ്രേഡ്, അതായത് ഇപ്പൊ 2025 ഏപ്രിൽ മെയ് മാസം മുതൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നതാണ് ഈ പറഞ്ഞ ബൈനറി അക്രഡിറ്റേഷൻ ആൻഡ് മെച്യൂരിറ്റി ഗ്രേഡ് ലെവൽ. ഇത് തുടങ്ങിയത്, ഇതിന്റെ ആ ഒരു വർക്കൊക്കെ കഴിഞ്ഞ് റിപ്പോർട്ടൊക്കെ സമർപ്പിച്ചത് 2025 ജാനുവരിയിലാണ് സമർപ്പിച്ചത്. സോ അപ്പൊ അതിന്റെ അസോസിയേറ്റ് ചെയ്ത് വരുന്നതാണ് ഈ പറയുന്ന ബൈനറി അക്രഡിറ്റേഷൻ ആൻഡ് മെച്യൂരിറ്റി ഗ്രേഡ് ബേസ് ലെവൽ, മെച്യൂരിറ്റി ബേസ്ഡ് ഗ്രേഡ് ലെവൽ. ഇനി ഇതൊരു കാര്യം പറയട്ടെ, ഇതിന്റെ ഓൾറെഡി ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് PYQ ഡിസ്കഷനിൽ പ്രീവിയസ് ഇയറിന്റെ PYQ ഡിസ്കഷന്റെ സെലക്റ്റഡ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ചെയ്തതിൽ ഇതിന്റെ ഗ്രേഡിംഗ് സിസ്റ്റം എന്താണെന്നും 1 to 4 ഗ്രേഡ്, 0 to 4 ഗ്രേഡ് ആണെന്നുള്ളതും, A++, A, B++, അത് മുതൽ D ഗ്രേഡ് വരെ ഉണ്ടെന്നൊക്കെ ഉള്ളതും അതിന്റെ വിശദമായ ഒരു ക്ലാസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ അപ്പൊ നിങ്ങൾ അവിടെ പോയി നോക്കിയാൽ നിങ്ങൾക്ക് അതിന്റെ കറക്റ്റ് ആൻസർ, കറക്റ്റ് ഇതിന്റെ എക്സ്പ്ലനേഷൻ കംപ്ലീറ്റ് ഈ ഒരു ക്വസ്റ്റ്യന്റെ എക്സ്പ്ലനേഷൻ അവിടെ കിട്ടും. സോ അതുകൊണ്ട് ഞാൻ ഇവിടെ ഇത് ബ്രീഫ് ആക്കുകയാണ്. ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മിറ്റിയാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. യെസ്, ആൻസർ ഡോക്ടർ K രാധാകൃഷ്ണൻ. ഇത് K രാധാകൃഷ്ണൻ ആണ്, ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മിറ്റി. ഓപ്ഷൻ 3 ഈസ് ദി കറക്റ്റ് ആൻസർ. വിത്ത് ദിസ് നമ്മൾ
യു ജി സി നെറ്റിൻ്റെ ഡിസംബർ 2024 ഒരു 20 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്തൊരു ചോദ്യം, അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇതിൽ ചില സെലക്റ്റഡ് ചോദ്യങ്ങളെയൊക്കെ ഞാൻ PYQയിൽ ഇമ്പോർട്ടൻറ്റ് PYQയിൽ എടുത്തിട്ടിട്ട് അതിൻ്റെ കുറേ ഇൻഡെപ്ത് ആയിട്ടുള്ള ക്ലാസ് ആയിട്ട് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആ ക്വസ്റ്റ്യൻസിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നിടത്ത് അതിൻ്റെ 4 ഓപ്ഷൻസിനെ എക്സ്പ്ലെയിൻ ചെയ്ത് പോയിട്ടുണ്ട്. സോ അപ്പോൾ അതും കൂടി നിങ്ങൾ എടുത്ത് വെച്ചൊന്ന് നോക്കണം ഈ പരീക്ഷയ്ക്ക് മുമ്പായിട്ട്. ഓക്കെ, സോ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ താങ്ക് യു സോ മച്ച്.